CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഹാജരാകണമെന്ന് കോടതിയുടെ അന്ത്യശാസനം. മുഖ്യമന്ത്രിക്കെതിരെ FB പോസ്റ്റ് 73-കാരിയടക്കം പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കോടതി. ഇടതുപക്ഷം ഭരിക്കുന്ന ഉല്ലല സർവീസ് സഹകരണ ബാങ്കിൽ 25 കോടി രൂപയുടെ അഴിമതി. നഗരത്തിലെ റോഡുകൾ വെട്ടിക്കുഴിച്ച് ഗതാഗത യോഗ്യമല്ലാതാക്കി തീർത്തവർക്ക് പ്രത്യേക പുരസ്കാരം നൽകണമെന്ന വിമർശനവുമായി സാഹിത്യകാരന്മാർ. CPMനും മുഖ്യമന്ത്രിക്കും ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. അപകീർത്തി കേസിൽ പ്രതി ചേർക്കപ്പെട്ട് തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിചാരണയ്ക്കായി ജൂലൈ 2-ന് ഹാജരാകണമെന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അന്ത്യശാസനം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. BJPയും സംസ്ഥാന വക്താവുമായ താനും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പിന്തുടരുന്നുവെന്നും ഇന്ത്യൻ ഭരണഘടന ചുട്ടുകരിക്കണമെന്ന് താൻ പറഞ്ഞുവെന്നും MV ഗോവിന്ദൻ പ്രസ്താവന ഇറക്കിയതായി കാണിച്ചാണ് ഗോപാലകൃഷ്ണൻ കേസ് ഫയൽ ചെയ്തത്. പ്രതിക്കായി വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് ഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജെയ്സൺ ടി പോൾ വാദിച്ചതിനെ തുടർന്നാണ് കോടതി അന്തിമ തീയതി നിശ്ചയിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയെന്ന കേസിൽ 73-കാരിയടക്കം 2 പേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. മുക്കം സ്വദേശിയായ 73-കാരിയായ NC ഇന്ദിര, പെരിന്തൽമണ്ണ സ്വദേശി അധ്യാപകനായ M ദിനേശ് ബാബു എന്നിവരെയാണ് വെറുതെ വിട്ടത്. ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്നുള്ള പ്രക്ഷോഭത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചറെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നായിരുന്നു കേസ്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന MV ജയരാജനായിരുന്നു പരാതി നൽകിയത്. DGPയുടെ നിർദ്ദേശാനുസരണം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസ് വിചാരണയ്ക്കൊടുവിൽ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആർദ്ര നിതിൻ പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിടുകയായിരുന്നു. കോടതിയിൽ MV ജയരാജനെ പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിച്ചിരുന്നു. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് A പ്രതീഷ് ഹാജരായി. ഇതിനിടെ വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഉല്ലല സർവീസ് സഹകരണ ബാങ്കിൽ 25 കോടി രൂപയുടെ അഴിമതി എന്ന വാർത്തയും LDFന് ചോദ്യമായി മാറുകയാണ്. വർഷങ്ങളായി CPI ഭരിക്കുന്ന വൈക്കം ഉല്ലല സർവീസ് സഹകരണ ബാങ്കിലും ക്രമക്കേടെന്ന സഹകരണ വകുപ്പിന്റെ തന്നെ റിപ്പോർട്ട്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അനധികൃതമായി വായ്പ നൽകുക വഴി ഉല്ലല സഹകരണ ബാങ്കിൽ 25 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വേണ്ടത്ര ഈട് വാങ്ങാതെയും വിപണി വില കണക്കിലെടുക്കാതെയും വൻതോതിൽ വായ്പ നൽകിയെന്നാണ് കണ്ടെത്തൽ. മുൻ സെക്രട്ടറി, ഇപ്പോഴത്തെ സെക്രട്ടറി, ഭരണസമിതി അംഗം എന്നിവർക്കെതിരെയാണ് പ്രധാനമായും റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. ഇവർ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകിയ വായ്പയുടെ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ. CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ മുൻ സെക്രട്ടറി നോട്ടീസ് അടിച്ചിറക്കിയ സംഭവം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോക്കൽ സെക്രട്ടറി അനധികൃത പണപ്പിരിവ് നടത്തുന്നുവെന്ന് ആരോപിച്ച് മുൻ ലോക്കൽ സെക്രട്ടറി നോട്ടീസ് അടിച്ച് പ്രചാരണം നടത്തി. മുൻ ലോക്കൽ സെക്രട്ടറി ആണെങ്കിലും നേതാവ് പ്രാദേശിക പാർട്ടി നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കുറച്ചുകാലമായി പാർട്ടി അംഗത്വം പുതുക്കിയിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ വ്യക്തിഹത്യ നടത്തുകയും പാർട്ടിയെ അവഹേളിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചാണ് നേതാവ് പോലീസിൽ പരാതി നൽകിയത്. അവിടെ കൊണ്ട് തീർന്നില്ല CPMനുള്ള ചോദ്യങ്ങൾ. CPM നോട്ടീസ് മാത്രം മതിയാകില്ല, ഓരോ വോട്ടറെയും നേരിട്ട് കാണേണ്ട അവസ്ഥയിലാണ്. ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് വോട്ട് തേടണമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള എല്ലാ നേതാക്കളും പ്രവർത്തകരും ഈ സമ്പർക്ക പരിപാടിയുടെ ഭാഗമായിരിക്കും. സ്ഥാനാർത്ഥിയും നേതാക്കളും സ്ക്വാഡുകളും വീടുകളിലെത്താറുണ്ടെങ്കിലും എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാൻ ശ്രമിക്കുന്നില്ലെന്നാണ് മുൻ തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനം. നോട്ടീസോ ലഘുലേഖയോ വീടുകളിൽ നൽകിപ്പോകുന്ന രീതി പറ്റില്ല. വീട്ടിലെ ഓരോ വോട്ടറെയും കണ്ട് സംസാരിക്കണം. അപ്പോൾ പറ്റിയില്ലെങ്കിൽ പിന്നീട് നേരിട്ട് ബന്ധപ്പെടണം. സർക്കാരിന്റെ നേട്ടങ്ങളും സ്ഥാനാർത്ഥിയുടെ സവിശേഷതകളും ബോധ്യപ്പെടുത്തണം. 20 സീറ്റിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തി ജനങ്ങളും പാർട്ടിയും തമ്മിലെ ബന്ധത്തിൽ അകൽച്ച വന്നുവെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കു ശേഷം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരുന്നു. ബൂത്ത് തലത്തിലെ പോരായ്മകൾ കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമ പോസ്റ്റുകൾ പരമാവധി ആളുകളിലേക്ക് പങ്കുവെക്കാൻ നിർദ്ദേശങ്ങൾ കൈമാറി. ഇടത്തരക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുറപ്പിക്കാൻ പ്രത്യേകം ശ്രമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനിടയിലാണ് തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ വെട്ടിക്കുഴിച്ച് ഗതാഗത യോഗ്യമല്ലാതാക്കി തീർത്തവർക്ക് പ്രത്യേക പുരസ്കാരം നൽകണമെന്ന സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിന്റെ വിമർശനവും സർക്കാരിന് ചോദ്യമായി മാറുന്നത്. നഗരവാസികൾ സഞ്ചരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് റോഡുകൾ വെട്ടിക്കുഴിച്ചിട്ടിരിക്കുന്നത്. വ്യക്തമായ ആസൂത്രണമില്ലാതെയാണ് റോഡ് നവീകരണം. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ മിക്ക കടകളും പാർക്കിംഗ് നിരോധിച്ച് അവരവരുടെ കടകൾക്ക് മുന്നിൽ ബോർഡ് വെക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ്. ഇത്തരം പ്രവൃത്തികൾ ഇല്ലാതാകണം. എന്ത് കാര്യമായാലും ജനങ്ങളുടെ അവകാശങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ജോർജ് ഓണക്കൂറും പറഞ്ഞു. അവിടം കൊണ്ടും തീർന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ആത്മവിശ്വാസം ചോരുകയാണോ എന്നുകൂടി സംശയിക്കേണ്ടി വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 സീറ്റും LDF നേടുമെന്നേ മത്സരം അവസാനിക്കും വരെ പറയാനാകുമെന്നും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ വിലയിരുത്താമെന്നൊക്കെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്.
അതായത് ആത്മവിശ്വാസം കുറവാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും കൂടുതൽ നേതാക്കന്മാർ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ കൂടുതൽ നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തിലെ CPM ആം ആദ്മി പാർട്ടി എന്നും അരവിന്ദ് കെജ്രിവാൾ എന്നും നിലവിളിക്കുമ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. MP സുശീൽ കുമാറും MLA ശീതൽ അങ്കുരലും അടക്കം BJP-യിൽ ചേർന്നിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് പഞ്ചാബിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ CPM-ന്റെ പ്രമുഖ നേതാക്കന്മാരും BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യവും ഇടയ്ക്ക് ചർച്ചയായിരുന്നു. ഏതായാലും തൃശൂരിൽ 4 കോൺഗ്രസ് നേതാക്കൾ കൂടി BJP-യിൽ ചേർന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 4 കോൺഗ്രസ് നേതാക്കൾ BJP-യിൽ ചേർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MM കൃഷ്ണനുണ്ണി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാർട്ടി മാറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജ വേണുഗോപാലിന് പിന്നാലെയാണ് കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് എത്തിയിരിക്കുന്നത്.